ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വയലാറിൻ്റെ വിപ്ലവ ഗാനങ്ങൾ മനുഷ്യ മനസ്സിൻ്റെ സിരകളെ ത്രസിപ്പിക്കുന്ന വിപ്ലവ ഗാനങ്ങൾ. ആ വിപ്ലവ ഗാനങ്ങൾ തീർച്ചയായിട്ടും മലയാളികളുടെ മനസ്സിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ശക്തമായ വാക്കുകൾ കൊണ്ടുള്ള വിപ്ലവ ഗാനങ്ങളാണ്. നമുക്കറിയാം, ലോകത്തിലാദ്യമായിട്ട് ബാലറ്റിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഈ കമ്മ്യൂണിസത്തിൻ്റെ ആശയങ്ങൾ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിസ്സംശയമാണല്ലോ. ഈ വയലാറിൻ്റെ ഗാനങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ പ്രൊപ്പഗേഷന് തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമുക്ക് അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായ ഒരുപാട് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒന്ന് രണ്ട് വിപ്ലവ ഗാനങ്ങളിലേക്ക് ഒന്ന് തലയൊഴിക്കാം. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ചു ശക്തരാകുവിൻ. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ചു ശക്തരാകുവിൻ. കാലത്തിൻ്റെ മുഖാകൃതി മാറ്റിയ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യമോചന രണഭൂവിൽ നിന്നുയർന്നതാണീ ശബ്ദം. ലെനിൻ്റെ ശബ്ദം. റഷ്യയിൽ കമ്മ്യൂണിസമാണ്, ചൈനയിൽ കമ്മ്യൂണിസമുണ്ട്. അപ്പോൾ റഷ്യയിലെ ഓൾഗാ നദിയുടെ തരംഗമാലകൾ ഈ കമ്മ്യൂണിസത്തിൻ്റെ ഈരടികൾ ഏറ്റുചൊല്ലുകയാണെന്നാണ് വയലാർ പറഞ്ഞത്. അതുപോലെ ഇവിടെ ഗംഗാ നദിയും ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ നൈൽ നദിയും ചൈനയിലെ യാങ്സും ഒക്കെ ഈ വിപ്ലവത്തിൻ്റെ അനുരണനങ്ങൾ വാങ്ങുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ലോകം ഒരു കമ്മ്യൂണിസ്റ്റ് മേധാവിത്വത്തിലേക്ക് കടന്നു പോകുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഓൾഗാ നദിയുടെ തരംഗമാലകൾ ഇതേറ്റുപാടുന്നു, ഗംഗാ നദിയും നൈലും യാങ്സും ഇതേറ്റുപാടുന്നു. അങ്ങനെ പറയുന്നു. അങ്ങനെ ഒരു വലിയ വിപ്ലവത്തിൻ്റെ ഒരു ലോകം പിറക്കാൻ പോകുന്നുള്ള സങ്കല്പത്തിൽ നിന്ന്. ഇത് മാത്രമല്ല, ഇതുപോലെയുള്ള ശക്തമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള നിരവധി വിപ്ലവ ഗാനങ്ങളുണ്ട്. വേറൊന്ന്, സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്, തൊഴിലാളികളെ മനസ്സിൽ വിപ്ലവ തിരകളിലമ്പിടും മലയാളികളെ. അതോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു ഗാനം കൂടിയുണ്ട്. അത് ഒരുപക്ഷെ സത്യൻ മാഷുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന വാഴ്വേമായത്തിലെ ഒരു സീനാണ്. അദ്ദേഹം പറയുന്ന ഒരു അഗ്നിപർവ്വതം, അതായത് ഈ സത്യന് ഇടതുപക്ഷ ചിന്താഗതി കമ്മ്യൂണിസവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ തൂക്കിലേറ്റാൻ പോകുന്ന ഒരു സീനാണ്. അദ്ദേഹം അപ്പം ഈ കമ്മ്യൂണിസത്തിന് വേണ്ടി ജീവൻ ഹോമിച്ച സത്യൻ്റെ വികാരനിർഭരമായ അഭിനയ രംഗം നമുക്കവിടെ കാണാം. വാഴ്വേമായം എന്ന് പറഞ്ഞ സിനിമയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്താണ് ആ സിനിമ കണ്ട് കണ്ണീർ വാർത്തയൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. അതായത് സത്യനൊരു ജുബയൊക്കെ ഇട്ട് കൈയൊക്കെ ചുരുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. മുഖത്തൊരുപാട് വികാരം തുടികൊള്ളുന്ന ഒരു മുഖവുമായിട്ട് അദ്ദേഹം ഒരു പോലീസ് ജീപ്പിൽ പോവുകയാണ്. തൂക്കുകയറിലേക്ക് പോവുകയാണ്. പിറകിൽ കുടുംബം, ഷീലയും 2 മക്കളും ഓടിക്കരഞ്ഞുകൊണ്ട് വരുന്നു. ആ സീനിൽ അപ്പം അത് വയലാർ അതിനെ ഉപമിച്ചിരിക്കുന്നത് ഒരു അഗ്നിപർവ്വതവുമായിട്ടാണ്. അഗ്നിപർവ്വതം നമുക്ക് വലിയ സുപരിചിതമല്ലെങ്കിലും അഗ്നിപർവ്വതം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതൊരു കോൺ ഷേപ്പിൽ ഭൂമിയിൽ നിന്ന് വരുന്ന കോൺ ഷേപ്പ്. അത് ആദ്യം കോൺ ഷേപ്പിൽ വരും, അത് കഴിഞ്ഞ് അത് പുകയും. അഗ്നിപർവ്വതം പുകഞ്ഞ് ഒരു സ്റ്റേജിലെത്തിക്കഴിയുമ്പോൾ അത് ഇറപ്റ്റ് ചെയ്യും. അതിൽ തീക്കുണ്ടമായിട്ട് മാറും. വലിയ തീ തുപ്പും. ഭൂമിയിൽ നിന്നും തീ തുപ്പുന്ന 6000 ഡിഗ്രി സെൻറ്റിഗ്രേഡും 10000 ഡിഗ്രി സെൻറ്റിഗ്രേഡിലും ഒക്കെയാണ് ഈ ലാവ പുറത്തേക്ക് വരുന്നത്. ഭൂമിക്കടിയിൽ നിന്ന് ലാവ പുറത്തേക്ക് ഒഴുകും. ചിലപ്പോൾ അത് ഇറപ്റ്റ് ചെയ്യും.
അപ്പോൾ വലിയ ടെമ്പറേച്ചർ ആണ്ട് ഒരു 3 കിലോമീറ്റർ അകലെയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഈ ഇറപ്ഷൻ കഴിഞ്ഞാൽ മുകളിലത്തെ ഭാഗം ഒരു വലിയ കുഴിയായിട്ട് മാറും. കാൾഡറ എന്ന് പറയും. ആ കാൾഡറയിൽ തീക്കനലുകൾ ഒരുപാട് കാണും. അതിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം അത്രയും മനസ്സിലാക്കിയിട്ടാണ് വയലാർ എഴുതിയത്. അഗ്നിപർവ്വതം പുകഞ്ഞു, ഭൂചക്രവാളങ്ങൾ ചുവന്നു, മൃത്യുവിൻ്റെ ഗുഹയിൽ വീണ്ടും പുതിയൊരു രക്തപുഷ്പം വിടർന്നു. അഗ്നിപർവ്വതം പുകഞ്ഞു. കഴുക, ഹേ കഴുക, കറുത്ത ചിറകുമായി താണു പറന്നീ, മുത്തിനെ കനലിൽ നിന്നെടുത്തുകൊള്ളൂ, എടുത്തുകൊള്ളൂ. നാളത്തെ പ്രഭാതത്തിൽ ഈ കനലൂതിയൂതി കാലമൊരു പന്തമാകും, തീ പന്തമാകും. ഗരുഡ, ചുവന്ന ചിറകുമായി താണു പറന്നീ, മുത്തിനെ ചെപ്പിൽ നിന്ന് എടുത്തുകൊള്ളൂ, എടുത്തുകൊള്ളൂ. അങ്ങനെ പോവുകയാണത്. അതായത് വയലാർ പറയുന്നത് ഈ കനല് ഈ ഇദ്ദേഹത്തെ തൂക്കിലേറ്റുമ്പോൾ ആ കനലിൽ നിന്ന് വരുന്ന ഒരു തീപ്പന്തമുണ്ട്. ആ തീപ്പന്തം ഈ ലോകം മുഴുവൻ വ്യാപിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്.